ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. മമ്മൂട്ടി സിഗരറ്റിനെ സപ്പോർട്ട് ചെയ്തോ എന്നുള്ളതാണ് വിഷയം. അപ്പൊ ഇതിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കണമെങ്കിൽ കൊല്ലത്ത് ഒരു കലോത്സവം നടന്നു. അപ്പൊ ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടേക്ക് മമ്മൂട്ടി വന്നു. അപ്പൊ മമ്മൂട്ടി വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പൊ ഈ മുണ്ടും ഷർട്ടൊക്കെ അവിടുത്തെ പിള്ളേരോട് തന്നെ ഇവർ ആദ്യം തന്നെ ഒരു വാർത്തക്കാരി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മമ്മൂട്ടി ഏത് ഡ്രസ് ഇട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിനകത്ത് ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് മുണ്ട് ഷർട്ട് ഇട്ട് വരുന്നതാണ് ഇഷ്ടം എന്നൊക്കെ ഒരു പ്രഡിക്ഷൻ പോലെ നടത്തിയപ്പോഴത്തേക്കും എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടി പിന്നെ അവിടെ മുണ്ടിട്ട് വന്നു. എന്നിട്ട് പുള്ളി അവിടെ നിന്നു ഒരു പ്രസംഗത്തിന്റെ രീതിക്ക് പുള്ളി അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അങ്ങനത്തെ രീതിക്കല്ല, ഒരു ഇത്തിരി ഇങ്ങനെ പരിങ്ങിയ ഒരു രീതിക്കാണ് പുള്ളി പ്രസംഗിക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്തൊരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനകത്ത് പറയുന്നത് ഒരു മോഹൻലാൽ ഫാനെന്നോ ഞാനിപ്പോൾ ഒരു മോഹൻലാൽ ഫാനോ അല്ലെങ്കിൽ ഒരു മമ്മൂട്ടി ഫാനോ അങ്ങനെ ഞാൻ ആരെ ഒരു പെർമനന്റ് ഫാനൊന്നും അല്ല. ആര് നല്ല പടം ഇറക്കണോ ഞാൻ അവരുടെ ഫാനാണ്. ഇപ്പൊ മോഹൻലാൽ നല്ല പടം ഇറക്കി കഴിഞ്ഞാൽ ഞാൻ മോഹൻലാലിന്റെ ഫാനാണ്, മമ്മൂട്ടി നല്ല പടം ഇറക്കിയാൽ ഞാൻ മമ്മൂട്ടിയുടെ ഫാനാണ്. ഇത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഏത് നടന്റെ ആണെങ്കിലും. അപ്പൊ ഈ മമ്മൂട്ടി ഇപ്പൊ സിഗരറ്റ് ആ ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. അപ്പൊ നമ്മൾ ആ ഒരു വിഷയത്തിനകത്തേക്ക് വന്നെയാണെങ്കിൽ പുള്ളി അപ്പൊ സ്റ്റേജിനകത്ത് നിന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ പ്രസംഗിച്ച് ഒരു സമയം എത്തിയപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ഞങ്ങൾ എത്രത്തോളം ഒരുമിച്ചാണ് നിന്നത്, അതായത് വേർതിരിവുകളൊന്നുമില്ലാണ്ട് ഞങ്ങൾ എത്രത്തോളം ഒരുമിച്ചാണ് നിന്നത് എന്നൊക്കെ ഉള്ള ഒരു ടോപ്പിക്കിനകത്തേക്ക് എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ വിഷയം വരുന്നത്. ഈ സിഗരറ്റ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ അതിനകത്തേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ കുറച്ച് പോർഷനുകൾ കണ്ടുപോകാം. എന്നിട്ട് അത് മെയിൻ ആയിട്ടുള്ള പോർഷൻ മാത്രം ഞാൻ വെക്കുള്ളൂ. പുള്ളി അതിന് മുമ്പ് ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ ഈ മെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രം വെക്കണം. ഇവിടുത്തെ കലാരൂപങ്ങൾ ഏറ്റവും വലിയ മാതൃകകളാണ് നമുക്ക്. ഇവിടെ ക്ഷേത്രകലകളുണ്ട്, മാപ്പിളപ്പാട്ട് മത്സരമുണ്ട്, കൈകൊട്ട് മത്സരമുണ്ട്, അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും ഒരു വിവേചനവുമില്ലാതെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒട്ടും വിവേചനമില്ലാത്തൊരു കൂടിച്ചേരൽ, ഒരു സമ്മേളനം, ഒരു കലകളുടെ സമ്മേളനം ഇതുപോലെയുള്ള യൂത്ത് ഫെസ്റ്റിവലുകൾ തന്നെ ആയിരിക്കണം. നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകളില്ലാതെ ഒരു വിവേചനങ്ങളോ വേർതിരിവുകളോ ഇല്ലാതെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആരാണ്, കൂടെയുള്ളവരാരാണ്, നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ സഹപാഠിയാണ്, നമ്മുടെ കൂടെ പരിപാടി നടത്തുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്നുള്ള ബോധത്തിൽ തന്നെയാണ് നിങ്ങളുടെ ഈ പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ കൂട്ടായ ശ്രമത്തിൽ നമ്മൾക്ക് വിജയങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യം കേട്ടോ. കാര്യം നമ്മളിപ്പോൾ ഈ ഒരു കലോത്സവം പോലത്തെ ഒരു സംഭവങ്ങളിനകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞൊരു ഒത്തൊരുമയാണ്. അവിടെ ഇങ്ങനെ ഇപ്പം ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും വേർതിരിച്ച് നിർത്താനുള്ള കാര്യം അവിടെ എല്ലാം, അതായത് ഇപ്പോൾ ഒരു ടീം വർക്ക് എന്നൊക്കെ ഉള്ളൊരു സംഭവം, അതേപോലെ കോമ്പറ്റീഷൻ വളർത്തുക, അതേപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു കലോത്സവം കൊണ്ടിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. കാര്യം അവിടെ ആരെയും നമ്മളങ്ങനെ വേർതിരിച്ച് നിർത്തിയാൽ നീ ഇതിന് വേണ്ട, കഴിവുള്ളവർക്ക് അവിടെ സ്ഥാനമുണ്ട് എന്നുള്ള രീതിക്കാണ് അവിടുത്തെ പരിപാടികൾ പോകണം. അപ്പം അത് ഇപ്പൊ പുള്ളി അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒത്തൊരുമയുടെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഈ കലോത്സവം എന്നൊക്കെ ഉള്ള രീതിക്കാണ് പുള്ളി ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ കറക്റ്റ് കാര്യമാണ്, ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം അത് പെർഫെക്റ്റ് സാധനമാണ് പുള്ളി പറഞ്ഞത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് കത്തിച്ചാൽ ക്ലാസ്സിലെത്തുമ്പോൾ മാത്രമാണ് എനിക്ക് എൻ്റെ അവസാന പുക കിട്ടുക. അതുവരെ ആരൊക്കെ ആ സിഗരറ്റ് വലിച്ചു എന്ന് എനിക്കറിയില്ല. ആ സിഗരറ്റ് വലിച്ചതിൽ ഒരുപാട് വിവേചനങ്ങൾ വേണമെങ്കിൽ നമുക്ക് തോന്നാവുന്ന ആളുകളുണ്ടാകാം. അതൊന്നും അന്ന് വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളെ ബാധിച്ചിട്ടില്ല. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പോർഷൻ കൊണ്ടാണ് മമ്മൂക്ക് ഇപ്പൊ എയറിനകത്തേക്ക് പോയേക്കണത്. അപ്പൊ ഈ ഒരു മെയിൻ ആയിട്ട് ഇതിനകത്ത് ഭയങ്കര ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ മമ്മൂക്ക് ഇപ്പൊ ഇവിടെ സിഗരറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ള രീതിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തിലാണ് പുള്ളി അത് പറഞ്ഞത്. ഇപ്പൊ എത്ര പേര്, അതായത് ഇപ്പൊ നമ്മൾ വേർതിരിച്ച് നിർത്തണതും അതിനൊക്കെ ഒരു പുള്ളിയുടെ ലൈഫിനകത്ത് ഉണ്ടായ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് ഞങ്ങളിങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്കും അല്ല മുമ്പ്
മുമ്പ് ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ നിന്ന് സിഗരറ്റ് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും അത് ഒരുപാട് പേര് വലിച്ചാണ് എൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് പുള്ളി അത് പറഞ്ഞത്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഒരു ഇന്റൻഷനോടുകൂടിയാണ് പുള്ളി ആ സാധനം പറഞ്ഞത്. പക്ഷേ അത് അപ്പുറത്തേക്ക് അതായത് ഒരാളുടെ അടുത്ത് കൺവേ ആകുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ വേറെ രീതിക്ക്, അതായത് ഇപ്പോൾ സിഗരറ്റിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു, എനിക്കത് കണ്ടപ്പോൾ ഒരു വിഷയമായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ആ സിഗരറ്റ് എന്നുള്ള ആ ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞതൊരു അൺവാണ്ടഡ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അത് തോന്നിയത്, എന്നാലും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ്, എനിക്കത് തോന്നി. അതായത് സിഗരറ്റിന് പകരം പുള്ളിക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞു തരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായെന്ന് തോന്നി. കാര്യം കൊല്ലം അവിടെ പുള്ളി ഒരു കലോത്സവത്തിന് ഭാഗമായിട്ട് നിൽക്കണേ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അപ്പോൾ ഈ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര പേര് ഇപ്പം എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം അതൊരു ജസ്റ്റ് അത് പുള്ളിയുടെ ലൈഫാണ് പറഞ്ഞത്. നമ്മളപ്പോൾ നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിക്കേണ്ടതെന്നുള്ള, അതായത് ഈ സിഗരറ്റ് എന്നൊക്കെ ഉള്ളത് ദോഷമാണെന്നൊക്കെ ഭൂരിഭാഗം പേർക്ക് അറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ മമ്മൂട്ടീനെ പോലെ ഒരു സ്റ്റാർ ഇത് പറഞ്ഞു, അപ്പൊ മമ്മൂട്ടിയുടെ ലൈഫിനകത്ത് പുള്ളി സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തുകൊണ്ട് എനിക്ക് വലിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ട് ആൾക്കാരുടെ ഉള്ളിൽ വന്നുകൂടാ? അപ്പൊ അങ്ങനെ നമുക്കങ്ങനെ പറയാൻ പറ്റൂല. എല്ലാവരും അങ്ങനെ ഭയങ്കര പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ എല്ലാവരും ഇപ്പൊ എന്ത് കണ്ടാലും അതൊന്നും അനുകരിക്കാത്ത ആൾക്കാരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാര്യം ഈ അനുകരിക്കണവരും ഉണ്ടാവാം. അതായത് ഇപ്പൊ മമ്മൂട്ടീനെ ആണെങ്കിലും മോഹൻലാലിനെ ആണെങ്കിലും ഏത് നടന്മാരെ ആണെങ്കിലും അനുകരിക്കണവരും ഉണ്ടാവാം. അവരങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും എന്നാ കൊള്ളാലോ, എന്നാ നമുക്കും ഒന്നും അങ്ങനെ വലിച്ചു നോക്കിയാലോ, അങ്ങനത്തെ ഒരു ചിന്ത ആൾക്കാരുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ വന്നേക്കാം. ആ ഒരു ചിന്തയാണ് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് വന്നത്. എനിക്കിത് കണ്ടപ്പോൾ മെയിനായിട്ട് അതാട്ടോ ഒരു വിഷയമായിട്ട് തോന്നി. അല്ലാണ്ട് പുള്ളി സിഗരറ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമല്ല. പുള്ളി ആ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അതായത് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് നിന്നത്, അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ വേർതിരിവൊന്നും ഉണ്ടായില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി ആ സാധനം പറഞ്ഞത്. പക്ഷേ അത് അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, അതിന് അറിഞ്ഞോ അറിയാതെ അപ്പുറത്തെ ഒരാൾക്ക് ഒരു പ്രൊമോഷൻ, അതായത് ഇത് ഈ പുള്ളി വലിക്കുന്നുണ്ട് അന്ന് എനിക്കും വലിക്കാലോ എന്നുള്ള ഒരു ചിന്ത അപ്പുറത്ത് വരുന്നുള്ളൂ. പട്ടി കുറയ്ക്കുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത അപ്പുറത്തേക്ക് അറിഞ്ഞോ അറിയാതെ എത്തണ്ടെന്ന് എനിക്ക് തോന്നിയത് കണ്ടപ്പോഴത്തേക്ക്. നിങ്ങൾക്ക് ബാക്കിയുണ്ടോ? ഈ കൊല്ലത്ത് ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിന് സംഘാടകരോടും ഇത്രയേറെ സഹകരണത്തോടെ ഇത്രയേറെ ആവേശത്തോടു കൂടി ഇതിൻ്റെ പരിസമാപ്തി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് കിരീടം ചാർത്തുവാനും പ്രോത്സാഹിപ്പിച്ച ഇവിടുത്തെ ജനങ്ങളോട് കൂടെ നന്ദി പറയേണ്ടതുണ്ട്. കാരണം കൊല്ലംകാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത്, കണ്ണൂറുകാർക്കാണ്, കണ്ണൂർ സ്ക്വാഡിനാണ്. അങ്ങനെ അതുപോലെ വേണമെങ്കിൽ കൊല്ലംകാരെ എല്ലാവരെയും കൂടെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം, അങ്ങനെ പാടില്ല, അങ്ങനെ ചെയ്തില്ല. അത് തന്നെ ഈ കൊല്ലംകാരുടെ മഹത്വമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ മനസ്സാണ് നമ്മുടെ കേരളം, ഇതാണ് നമ്മൾ മലയാളികൾ, ഇതാണ് നമ്മൾ കേരളീയർ. ഇതെന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട്. ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. കൊല്ലംകാർക്ക് വീണ്ടും, കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ്. കൊല്ലത്തില്ലാത്തതൊന്നുമില്ല. ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ പറ്റി പറയുകയുണ്ടായി. ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എൻ്റെ ധാരണ. ഞാൻ ഈ അടുത്ത കാലത്ത് ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഈ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ്. കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ്. നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ്, നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇതാട്ടോ. കാര്യം നമ്മളെല്ലാവരും നമ്മൾ പറയാറ് ഈ കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളുകളിനകത്തൊക്കെ പൊതുവെ ഈ കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു പുച്ഛഭാവം, അതായത് കൊല്ലം അവിടെ ഫുള്ള് വയലൻസും ഇടിയും തല്ലും, അതായത് പപ്പടം എടുത്തതിന് ഇടിയും മറ്റേതിന് ഇടിയും എന്നൊക്കെ പറഞ്ഞുള്ള, അതായത് കൊല്ലത്തിന് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക്, അതായത് കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഉണ്ട്, അവർ അടിപൊളിയാണെന്നൊക്കെ ഉള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് അത് അവർക്കൊരു ഇതാണ്, ഒരു ഉന്മേഷമാണ്, ഒരു സംഭവമാണ് അത്.
ഉള്ളത്. അപ്പൊ അതും നല്ലൊരു കാര്യം കേട്ടോ പുള്ളി പറഞ്ഞത്. പിന്നെ കണ്ണൂർ സ്ക്വാഡിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്, അവരാണ് ജയിച്ചത്. അപ്പൊ അതിന്റെ കാര്യമൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു സ്പീച്ചിനകത്ത് വിഷയമായിട്ട് വന്നേക്കുന്നത് ആ ഒരു സിഗരറ്റ് എന്നുള്ള ആ ഒരു പോഷൻ മാത്രമാണ് ഭൂരിഭാഗം പേരെടുത്ത് ഈ കളിക്കണത്. അപ്പൊ അതിന് മുമ്പും പിൻപും പുള്ളി പറഞ്ഞ ഈ കുറെ നല്ല കാര്യങ്ങൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കൂല. ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം ഈ സിഗരറ്റിനെ പറ്റി പറഞ്ഞ ഈ ഒരു പോഷൻ മാത്രം ശ്രദ്ധിക്കുള്ളൂ. അതിപ്പോ നമുക്ക് അവരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഒരുപാട് ഇപ്പൊ നമുക്കൊരു നെഗറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ഉന്മേഷമാണ്. ആ ഒരു സാധനം ഇപ്പൊ മനുഷ്യന് പൊതുവെ ഉള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കാണുമ്പോഴത്തേക്കും അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. നെഗറ്റീവ് കാണുമ്പോഴത്തേക്കും എല്ലാവരും ചാടിയെടുക്കും. അപ്പൊ ഈ ഒരു വിഷയം കഴിഞ്ഞ പിന്നെ മമ്മൂക്ക ഈ ഒരു വിഷയത്തോടെ അങ്ങ് പയ്യെ എയറിലേക്ക് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ മമ്മൂക്ക ഫാൻസ് എന്ത് ചെയ്തു, മോഹൻലാലിനെയും കൂടെ ലാലേട്ടനെയും കൂടെ പിടിച്ച് കയറിനകത്ത് കയറ്റാൻ വേണ്ടി ലാലേട്ടൻ ഈ മുമ്പ് മറ്റേ സിഗരറ്റിനെ പറ്റി പറഞ്ഞ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ലാലേട്ടനും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മമ്മൂക്കയെ മാത്രമല്ല ലാലേട്ടനും ഉണ്ട്, ഇവർ രണ്ടുപേരും ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിക്ക് എനിക്ക് മനസ്സിലാവാനുള്ള ഈ മമ്മൂക്കയുടെ ഒരു വിഷയം വന്ന് അപ്പൊ എന്തിനാണ് ഇതിനകത്ത് ഈ ലാലേട്ടനെ പിടിച്ചിട്ട് വരുന്നത്. അതേപോലെ ലാലേട്ടന്റെ വിഷയം വരുമ്പോൾ മമ്മൂക്കേനെ പിടിച്ചിട്ട് വരും. ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത് ഒരു കണക്കിന് നല്ല രസമാണ്. പക്ഷെ എന്നാലും പിന്നെ ഈ ഒരു മമ്മൂക്ക പറഞ്ഞ ഈ ഒരു വിഷയത്തിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. എനിക്ക് ആ സിഗരറ്റ് എന്നുള്ള ആ ഒരു സാധനം അവിടെ അൺവാണ്ടഡായിട്ട് എനിക്ക് തോന്നി. കാര്യം അത്രയും പിള്ളേർ ഇരിക്കുമ്പോൾ അത് പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. വേറെ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എത്രയോളം എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും പുള്ളി അതിനകത്ത് പുള്ളിയുടെ അഭിപ്രായം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടോ. വേറെ കേസ് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഒരു മോഹൻലാൽ പറഞ്ഞാലോ, ഒരു മമ്മൂട്ടി പറഞ്ഞാലോ, ഷാറൂഖ് ഖാൻ പറഞ്ഞാലോ, സൽമാൻ ഖാൻ പറഞ്ഞാലോ, ഇനി ആര് പറഞ്ഞാലും സ്വന്തം അച്ഛനമ്മ പറഞ്ഞാൽ വരെ ഇപ്പൊ വളരുന്ന മക്കൾക്ക് അറിയാം സിഗരറ്റ് കള്ള് സാധനങ്ങളൊക്കെ ദോഷമാണ്. ഇല്ലേ? അറിയൂല്ലേ? എല്ലാ മക്കൾക്കും അറിയും. വഴി തെറ്റാണല്ലോ വഴി തെറ്റും. സിഗരറ്റ് വലിക്കാൻ താല്പര്യമുള്ളവൻ വലിക്കന്നെ ചെയ്യും, വലിക്കണ്ടെന്നുള്ളവൻ വലിക്കില്ല. ഓക്കെ, അപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അത് ഒരു കണക്കിന് ശരിയാണ്. കാര്യം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറേയും കൂടെ പ്രോഗ്രസീവായിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർ തന്നെ ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ എന്ത് റിഗ്രസീവ് ആയിട്ടുള്ള ഇപ്പൊ മമ്മൂക്കയാണെങ്കിലും ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ കരിപ്പെട്ടി അതേപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ പുള്ളിക്കാരനെ വിമർശിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതുണ്ട്. അതേപോലെ സിഗരറ്റിന്റെ ദൂഷ്യവശങ്ങളും ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയാം. പക്ഷേ എന്നാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഇൻസ്പിറേഷൻ പുള്ളിക്ക് തോന്നിയേക്കാം. സിഗരറ്റ് വലിക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ പുള്ളിക്ക് തോന്നിയേക്കാം ഒരാൾക്കെങ്കിലും. അപ്പൊ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇതാവൂലേ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് വേറെ സാധനം, അതും നമ്മൾ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. സിനിമ ഡിഫറെന്റ്, നമ്മുടെ റിയൽ ലൈഫ് ഡിഫറെന്റ്. അതും ഭൂരിഭാഗം പേർക്ക് അറിയാം. പക്ഷെ ഈ മമ്മൂക്കയുടെ ലൈഫിനകത്ത് നടന്നൊരു കാര്യമാണ് പറയുന്നത്, അല്ലാണ്ട് സിനിമേനകത്ത് നടന്നൊരു കാര്യമൊന്നല്ല പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളി ലൈഫിനകത്ത് നടന്ന കാര്യമാണ് പറയണത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ലൈഫിനെ നോക്കി കാണുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ പുള്ളിക്കാരൻ്റെ ലൈഫിൽ വലിച്ച് എന്നാ പിന്നെ എന്തുകൊണ്ട് എനിക്ക് വലിച്ചുകൂടാ എന്നൊരു ചിന്ത ആൾക്കാരുടെ ഉള്ളിൽ വരാം. അതാണ് എനിക്ക് തോന്നിയത്. ഈ കുട്ടികളുടെ മുന്നിൽ ഈ സിഗരറ്റ് ഒരു എക്സാമ്പിൾ ആക്കി പറഞ്ഞത് അത് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു പ്രിപ്പയർഡ് PR സ്പീച്ച് അല്ല. മമ്മൂട്ടിന്റെ ഒരു പ്രിപ്പയർഡ് PR സ്പീച്ച് അല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഈ സിഗരറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് മാത്രമാണ് ഞാൻ ഇതിനകത്തൊരു വിഷയമുണ്ട്. എനിക്ക് ഇതിനകത്തൊരു അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായില്ല എന്ന് തോന്നിയത് എനിക്ക് ആ ഒരു ഒറ്റ പോഷൻ മാത്രമാണ് എനിക്ക് അതിനകത്ത് തോന്നിയത്. ഇപ്പൊ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് അല്ല അതെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ എന്നാലും മമ്മൂക്കേനെ പോലുള്ള ഒരാള് ഇത്രയും കുട്ടികളുടെ മുമ്പിൽ ഇരുന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ചിലപ്പോൾ അതിനുള്ള ആ ഒരു അത്രയും നോളജ് ഒന്നും ഉണ്ടാവില്ല. കാര്യം പുള്ളി ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ പുള്ളിയുടെ ലൈഫാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് അങ്ങനെ ഫുള്ള് അങ്ങനെ ഇൻസ്പയർ ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ചിന്തിക്കാം, മമ്മൂക്ക ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ പുള്ളി പറയാനാണ്, അപ്പോൾ പുള്ളി പറയുമ്പോഴത്തേക്കും പുള്ളിയുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളും അതേപോലെ എടുക്കണം എന്നൊക്കെയുള്ള ചിന്തയുള്ള കുട്ടികളും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവരുടെ ഉള്ളിലെങ്കിലും അറിഞ്ഞോ അറിയാതെ ഇങ്ങനത്തെ ഒരു ചിന്ത വരാനായിട്ട് ഈ ഒരു എക്സാമ്പിൾ കൊണ്ട്, അതായത് സിഗരറ്റ് എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് വന്നേക്കാം എന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.